ദേ ഇങ്ങനെ ഈ കൂടി കിടക്കുന്ന ഒരു തടിയുടെ കൂമ്പാരുണ്ടല്ലോ, ഇതിനകത്ത് പണ്ടത്തെ ഒരു മീൻകുളമുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ആദ്യം നമുക്ക് ഈ തടിയൊക്കെ എടുത്തണ്ടേ അവിടെ കൊണ്ട് അടുക്കി വെക്കാം. ഓരോന്നെടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോയിട്ട് അടുക്കി വെക്കാം. ഇനി നമുക്കാണെങ്കിൽ ഈ കിടക്കുന്നത് മൾട്ടി ബോർഡിന്റെ ജിപ്സ് ബോണ്ടിന്റെ ഒരു കൂമ്പാര. ഇതോടെ നമുക്ക് മാറ്റിയേക്കാവേ. ഈ ഷീറ്റൊക്കെ എടുത്ത് ആദ്യം മാറ്റിയിടാം. നമ്മൾ ആദ്യം തടി എടുത്തില്ലേ, അതിനേക്കാളും ഭയങ്കര പാടുള്ള പരിപാടി ഇതായിരുന്നു. കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കായി കിടക്കുന്നുണ്ട്. നമുക്ക് എടുത്ത് മാറ്റുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഇച്ചിരി ടാസ്ക് ആണ് ഈ പരിപാടി. നമ്മളത് ഈ പണിയുന്നതിന്റെ മേലാണ് ചക്ക കിടക്കുന്നത് കേട്ടോ. അത് എപ്പോഴാണ് നമ്മുടെ തല വീടും. അപ്പൊ നമ്മൾ നോക്കി നോക്കി വേണം പണിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ചേക്കാളും ഒത്തിരി സമയം എടുത്തത്. പക്ഷേ ഇത് നമുക്ക് അവിടെ പോയി അടുക്കി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ മൂലയെ കൊണ്ടേ കളയേണ്ടി വരും. ഇത് കുഴിച്ച് പോകുമ്പോഴത്തേക്ക് ഒത്തിരി ഉണ്ട്. അങ്ങനെ കാത്തിരുന്ന് കുളത്തിന്റെ അൺബോക്സിങ് തുടങ്ങി. ഇതെല്ലാം മാറ്റി മാറ്റി നോക്കാം. ഞാൻ വിചാരിച്ച അകത്ത് വരെ പാമ്പോ ചേമ്പോ കാണുന്ന ഒരു 3-4 തേളും പാറ്റയൊക്കെയാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് പക്ഷേ നല്ലതായിട്ട് തടിയുടെ മറ്റേ ദ്രവിച്ച പൊടിയും കാര്യങ്ങളും എല്ലാം കൂടി കിടന്ന് അത്യാവശ്യം ആഴത്തിലുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ക്ലീൻ ആക്കുന്ന ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഗായ്സ്, ഓക്കെ, ബൈ ബൈ.